യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. സിദ്ദീഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. പരാതിക്കാരിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്ത സിദ്ദീഖിനെ കോടതി വിമർശിച്ചു. സിദ്ദീഖിന്റെ ലൈംഗികക്ഷമത പരിശോധിക്കുവാനും കോടതി നിർദ്ദേശിച്ചു. സാലി മുഹമ്മദ് ഉണ്ട് വിശദാംശങ്ങളുമായി. സാലി, ഇപ്പോൾ സിദ്ദീഖ് ഒളിവിൽ പോയിരിക്കുന്നു എന്നൊരു അതാണിപ്പോൾ നിലവിലത്തെ അവസ്ഥ. ഇപ്പോൾ ഇനി അറിയേണ്ടത് സിദ്ദീഖ് എവിടെയാണെന്നാണ്. ഒപ്പം സിദ്ദീഖിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇത്തരത്തിൽ ഈ സുപ്രീം കോടതിയിലേക്ക് നീങ്ങാൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടത്തി പോരുന്നുമുണ്ട്. മറ്റെന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അന്ന് ഏതായാലും നിയമസാധ്യതകൾ ആരായുകയാണ് സിദ്ദീഖ് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് സിദ്ദീഖിന്റെ മകൻ അല്പം മുമ്പ് സിദ്ദീഖിന്റെ അഭിഭാഷകന്റെ ഓഫീസിലെത്തി മടങ്ങിയതാണ്. അപ്പോൾ എന്തോ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അത് സ്വാഭാവികമായും സുപ്രീം കോടതിയെ സമീപിക്കാൻ തന്നെയായിരിക്കും. പക്ഷേ ഇത്തരമൊരു വിധി മുൻകൂട്ടി കണ്ട് അതിനുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം എന്ന് നമുക്ക് അനുമാനിക്കാം. അതിന്റെ തുടർ നടപടികൾ ഇപ്പോൾ നടന്നു വരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാളെയോടുകൂടി സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുവരെ ഒളിവിൽ കഴിയണം. അതാണ് ഇപ്പോൾ സിദ്ദീഖ് നേരിടുന്ന പ്രശ്നം. സിദ്ദീഖ് ഇന്നലെ വൈകിട്ട് വരെ കൊച്ചിയിലുണ്ടായിരുന്നു. അതിനുശേഷം എങ്ങോട്ട് പോയി എന്ന് സംബന്ധിച്ചൊരു വിവരവുമില്ല. രണ്ട് വീടുകൾ അടഞ്ഞു കിടക്കുന്നു. മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. ഒപ്പം തന്നെ ഒരു വീടിന്റെ പുറത്ത് ഒരു കാറ്, അതായത് ഒന്നിലധികം വാഹനങ്ങളുണ്ട്. ഒരെണ്ണം ലോക്ക് ചെയ്തിട്ടിട്ടുമുണ്ട്. അപ്പോൾ അത് എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ചൊരു വ്യക്തത കുറവുണ്ട്. പക്ഷേ പോലീസ് വല വീശിയിരിക്കുകയാണ്. അദ്ദേഹം പോകാനിടയിലുള്ള ഇടങ്ങളിലെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ബന്ധുക്കളെ അടക്കം വിവരങ്ങൾ തേടുന്നുണ്ട്. ഒപ്പം ഡ്രൈവറും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും അവരുടെ വീടുകളിൽ പോലീസ് എത്തിയിരുന്നു. അദ്ദേഹം സ്ഥിരമായി പോകുന്ന ചില ഹോട്ടലുകളിൽ പരിശോധന നടത്തി. നെടുമ്പാശ്ശേരിയിലെ ഒരു ഹോട്ടലിലുണ്ട് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തിയിരുന്നു. നമ്മളും എത്തിയിരുന്നു, മാധ്യമങ്ങളും എത്തിയിരുന്നു. അപ്പോൾ പക്ഷേ അദ്ദേഹം ഇന്ന് രാവിലെ അവിടെ വിട്ടു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പുറത്തേക്ക് പോകാൻ, രാജ്യം വിടാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പിന്നത്തെ കാര്യം. പക്ഷേ അദ്ദേഹത്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് നിലനിൽക്കുന്നതിനാൽ രാജ്യം വിടാൻ സാധ്യതയില്ല. പക്ഷേ വിമാനത്താവളം വഴി മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് കടക്കുന്നതിന് നിയമ തടസ്സമില്ല. കാരണം അത് ഒരു ഘട്ടത്തിലും ലുക്കൌട്ട് നോട്ടീസ് ഉണ്ടെങ്കിൽ പോലും അത് പരിശോധിക്കപ്പെടില്ല ഈ ഡൊമസ്റ്റിക് എയർലൈൻസുകളിൽ. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക്, ചെന്നൈയിലേക്കോ മുംബൈയിലേക്കോ എവിടേക്കെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ട്. അതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അന്വേഷണ സംഘം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പ്രതീക്ഷിക്കുന്നത്, അദ്ദേഹം കീഴടങ്ങും എന്ന വിവരം ചില സൂചനകളിലേക്ക് അവരെത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ഓഫീസിലോ കൊച്ചിയിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു ടീം കൊച്ചിയിലുണ്ട്. ഇവിടെയോ കീഴടങ്ങാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു സാധ്യത അവർ തള്ളിക്കളയുന്നില്ല. എങ്കിലും അന്വേഷണം പരമാവധി മുന്നോട്ട് കൊണ്ടുപോവുക. പ്രത്യേക അന്വേഷണ സംഘം മാത്രമല്ല, പോലീസിൻ്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും മറ്റ് വിഭാഗങ്ങളുടെ എല്ലാ സഹകരണത്തോടു കൂടി വിപുലമായ തിരച്ചിലും പരിശോധനയും വിവിധ ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. ഏതായാലും കിട്ടിയാൽ പിടികൂടി കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. മറുവശത്ത് എങ്ങനെയെങ്കിലും ഒളിവിൽ താമസിച്ച് ആ സമയത്തുള്ള സുപ്രീം കോടതിയിൽ പോയി ഒരു ബെയിൽ വാങ്ങി തിരികെ വരാനുള്ള ശ്രമം സിദ്ദീഖ് നടത്തുന്നുണ്ട്. അതുവരെ ഒളിവിൽ കഴിയാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് മകൻ അല്പം മുമ്പ് അഭിഭാഷകനെ കണ്ട് മടങ്ങിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും സാലി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇദ്ദേഹം എല്ലാ തരത്തിലുള്ള നിയമവഴിക്കുമുള്ള ഒരു നീക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതേസമയം തന്നെ അന്വേഷണ സംഘം കൃത്യമായി വല വിരിച്ചിട്ടുമുണ്ട്. ഇനി അറിയേണ്ടത് ഈ സിദ്ദീഖുമായി ബന്ധപ്പെട്ട ആളുകൾ, അതായത് പ്രത്യേകിച്ച് ഈ ബന്ധുക്കൾക്കൊക്കെ ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നീക്കം ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിലായേക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരമുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അന്വേഷണ സംഘം ഏതെങ്കിലും തരത്തിൽ ഈ ബന്ധുക്കളെ അടക്കം ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് നിലവിൽ നീങ്ങിയിട്ടുണ്ടോ? അത്തരം ഒരു ബന്ധുക്കളെ ചോദ്യം ചെയ്യുന്നതിന് പരിമിതികളുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. പക്ഷേ അവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ചില ഫോൺ കോളുകൾ നിരീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡ്രൈവറുടെയും മറ്റു സ്റ്റാഫിൻ്റെയൊക്കെ ഫോൺ കോളുകൾ. കഴിഞ്ഞ ദിവസം അദ്ദേഹം പുറത്തേക്ക് കോൾ ചെയ്ത കോളുകളുടെ എല്ലാം സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷണ സംഘം ഇതിനകം തന്നെ CDR പരിശോധിച്ചിട്ടുണ്ട്. അപ്പം അതിൽ എന്തെങ്കിലും നീക്കങ്ങൾ അസ്വാഭാവികമായി രക്ഷപ്പെടാൻ ഉള്ള ഒളിത്താവളം ഉൾക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും നടപടികളുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഫോളോ ചെയ്യുക ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടുകൊണ്ട് ആ മൂവ്മെൻറ്റ് ആ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള ഫോൺ ബന്ധങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് പരിശോധന നടക്കുന്നുണ്ട്. അത് രാവിലെ മുതൽ തന്നെ നടക്കുന്നുണ്ട്. അതിൽ ചില ലിങ്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അതൊന്നും അന്വേഷണ സംഘം പൂർണ്ണമായി പുറത്തുവിടാത്ത ഒരുപാട് വിവരങ്ങളുണ്ട്. അവർ കുറെ കൂടി അപ്ഡേറ്റഡ് ആണ്, കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മൾ പറയുന്നതോ കരുതുന്നതോ പോലെ സിദ്ദീഖ് പൂർണ്ണമായി ഒളിവിലാണ് എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും പിടിക്കപ്പെടാത്തത്ര അകലെയാണ് എന്ന് അന്വേഷണ സംഘം കരുതുന്നില്ല.
അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഇവരുടെയൊക്കെ വൃത്തത്തിനുള്ളിൽ തന്നെയുള്ള ഒരു സംവിധാനത്തിൽ സിദ്ദീഖുണ്ട്. വൈകാതെ തന്നെ അതൊന്ന് ലൊക്കേറ്റ് ചെയ്ത് കിട്ടേണ്ട താമസമുള്ളൂ എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുക ഉൾപ്പെടെ നടപടികളിലേക്ക് നീങ്ങും. ഇത് മനസ്സിലാക്കിയിട്ടാണെങ്കിൽ സിദ്ദീഖ് ഒരു പക്ഷേ കീഴടങ്ങാൻ സാധ്യതയുണ്ട്. കീഴടങ്ങിയാൽ നേരെ റിമാൻഡാണ്, മറ്റ് പോംവഴികളില്ല, റിമാൻഡാണ്. കാരണം 376 IPC ആണ് ചുമത്തിയിരിക്കുന്നത്, നേരെ റിമാൻഡിലേക്ക് പോകും. അതുതന്നെയാണ് സാഹചര്യം. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഒളിവിൽ കഴിഞ്ഞൊരു ജാമ്യാപേക്ഷ അപ്പീൽ സുപ്രീം കോടതി കൊടുക്കുക, അവിടെ നിന്നൊരു അനുകൂല വിധി തൽക്കാലത്തേക്കെങ്കിലും നേടുക, അപ്പോൾ തൽക്കാലത്തേക്ക് അറസ്റ്റ് ഒഴിവാക്കുക എന്നൊരു തന്ത്രം അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിലേതാണ് വിജയിക്കുക? അന്വേഷണ സംഘത്തിൻ്റെ ചടുലമായ നീക്കങ്ങളാണോ, സിദ്ദീഖ് ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് നിയമവഴി തേടാനുള്ള നീക്കങ്ങളാണോ വിജയിക്കുക എന്നുള്ളത് വരും മണിക്കൂറുകളിലേ പറയാൻ പറ്റും. എന്തായാലും സാലി സൂചിപ്പിച്ചതുപോലെ തന്ത്രങ്ങളും കരുനീക്കങ്ങളും ഒക്കെ സിദ്ദീഖിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മറുവശത്ത് അന്വേഷണ സംഘം ചടുലമായ രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. ലുക്കൌട്ട് നോട്ടീസ് അടക്കം സിദ്ദീഖിനെതിരെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും സിദ്ദീഖ് കീഴടങ്ങും എന്നുള്ളൊരു സാധ്യത അത് നമുക്ക് തള്ളിക്കളയാനാവുകയില്ല. പക്ഷേ അതേസമയം തന്നെ സുപ്രീം കോടതിയിലേക്കടക്കം ഈ ജാമ്യ ഹർജി നിലവിൽ ഈ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ അടക്കം സമീപിക്കാനുള്ള നീക്കം നിലവിൽ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിക്കൊണ്ടിരിക്കുന്നത്.